നമസ്കാരം. ഡെയിലി 10 PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. നമുക്കറിയാം ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള പ്രസ്താവന ശരിയാണ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലേക്ക് നിയമിക്കപ്പെടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഓപ്ഷൻ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ് എന്ന് ഉത്തരം വരുന്ന എ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല ഏത്? 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല കണ്ണൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ഓപ്ഷൻ എ സംസ്ഥാന ഭരണ പരിഷ്കാര മിഷൻ. അല്ല, സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴേക്കുള്ള ഓപ്ഷൻസ് നോക്കേണ്ടതില്ല. അടുത്ത ചോദ്യം. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം. ഓപ്ഷൻ ബി യൂസ്റ്റേഷ്യൻ നാളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. യൂസ്റ്റേഷ്യൻ നാളി. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ എന്നതാണ് ചോദ്യം. ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ജപ്പാനാണ് IUCN ആസ്ഥാനം. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. IUCN ആസ്ഥാനം ജപ്പാൻ അല്ല, സ്വിറ്റ്സർലൻഡ് ആണ്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നതായിരുന്നു ചോദ്യം. ഓപ്ഷൻ 2 ഒഴിച്ച് 1, 3, 4 എന്നിവ ശരി എന്ന് വരുന്ന ഓപ്ഷൻ സി ആണ് ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം. ഓപ്ഷൻ സി എയ്ഡ്സ് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബാധിച്ച് രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗമാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെയുണ്ടാകുന്ന രോഗങ്ങൾ. ഓപ്ഷൻ 1 സിക്കിൾ സെൽ അനീമിയ കറക്റ്റ് ആണ്. ഓപ്ഷൻ 2 ഹീമോഫീലിയ കറക്റ്റ് ആണ്. ഡിഫ്തീരിയയും സിലിക്കോസിസും രോഗാണുക്കൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ 1, 2 എന്നിവ എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ സഹായിക്കുന്ന ഗ്രന്ഥി ഏത് എന്നതാണ് ചോദ്യം. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നതാണ്. ഇതായിരുന്നു ഇന്നത്തെ 10 ചോദ്യങ്ങൾ. അടുത്ത 10 ചോദ്യങ്ങളുമായി അടുത്ത